നിങ്ങളുടെ 2-3 വയസ്സുള്ള കുഞ്ഞിനെ ഇവിടെ സുരക്ഷിതമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഒരു ഡേ കെയറിൽ ഏൽപ്പിക്കുന്നെന്ന് ചിന്തിച്ചു നോക്കും. പക്ഷേ ആ കുഞ്ഞ് കരഞ്ഞുവെന്ന ഒറ്റ കാരണത്താൽ അവനെ ബാത്റൂമിൽ പൂട്ടിയിടുകയും വാഷിംഗ് മെഷീനിൽ ഇരുത്തുകയും ടോയ്ലറ്റ് ജെറ്റ് ഉപയോഗിച്ച് വായിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്തുവെന്ന ആരോപണം ഉയർന്നാൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന ബംഗളൂരുവിലെ ഒരു IT ക്യാമ്പസ് ഡേ കെയർ വിവാദമാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. ബംഗളൂരുവിലെ ഒരു പ്രമുഖ IT കമ്പനിയുടെ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഡേ കെയറിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത്. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 2 മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ 5 വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ സംഭവം പുറത്തറിയാൻ കാരണമായത് ചില വീഡിയോ ദൃശ്യങ്ങളാണ്. അവ സോഷ്യൽ മീഡിയയിലും പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്കും എത്തിയതോടെ പോലീസിന്റെ ഇടപെടൽ ആരംഭിച്ചു. പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. കരയുന്ന കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്താൻ വാഷിംഗ് മെഷീനിൽ ഇരുത്തിയെന്നും ബാത്റൂമിൽ പൂട്ടിയിട്ടെന്നും ടോയ്ലറ്റ് ജെറ്റ് ഉപയോഗിച്ച് വായിലേക്ക് വെള്ളം തളിച്ചെന്നും മിണ്ടാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയുമെന്നാണ് ആരോപണം. ഈ ആരോപണങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇതുവരെ ഇവ തെളിയിച്ചിട്ടില്ല. അതിനാൽ അന്തിമ നിഗമനങ്ങൾ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ. ഡേ കെയർ എന്നത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് സുരക്ഷിതരാണ് എന്ന വിശ്വാസമാണ് അവർ അവിടെ ഏൽപ്പിക്കുന്നത്. എന്നാൽ അത്തരമൊരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു കുടുംബത്തെ മാത്രമല്ല, ആയിരക്കണക്കിന് മാതാപിതാക്കളെയും ഭയപ്പെടുത്തുന്ന കാര്യമായി മാറുന്നു. നമ്മുടെ കുട്ടിയും ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു, അവന് പറയാൻ കഴിയാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. പോലീസ് 5 വനിതാ ജീവനക്കാർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത, മറ്റു ജീവനക്കാരുടെ മൊഴികൾ, കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കൂടാതെ ഇതുപോലുള്ള സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടോ, കൂടുതൽ കുട്ടികൾ ഇരകളായിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവം ഒരു കേസിന്റെ വാർത്ത മാത്രമല്ല, നമ്മുടെ ഡേ കെയർ സംവിധാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. ഒരു ഡേ കെയറിൽ CCTV ഉണ്ടോ? അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? ജീവനക്കാർക്ക് ശരിയായ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ മോശമായി പെരുമാറുന്നതും കണ്ടെത്താൻ കൃത്യമായ മേൽനോട്ടമുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി സമൂഹം തേടേണ്ടതുണ്ട്. ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ നിയമ നടപടികൾ തീരുമാനിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ കൈകൾ ഏൽപ്പിക്കുന്ന ഓരോ മാതാപിതാക്കളും കൈമാറുന്നത് ആ കുട്ടിയെ മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുക എന്നത് ഓരോ ഡേ കെയറിൻ്റെയും ഓരോ ജീവനക്കാരൻ്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്.